ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെയായിട്ട് OTT റിലീസ് ചെയ്യാൻ ഏറ്റവും പുതിയ മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്ത ഒരു ചിത്രത്തിനെ കുറിച്ച് തന്നെ നോക്കാം. മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. ഷറഫുദ്ദീൻ സുരാജ് വെഞ്ഞാർമൂട്, സന്ദീപ് പ്രദീപ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ പടക്കള എന്ന് പറയുന്ന സിനിമയാണ്. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം മനു സ്വരാജായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി. ചിത്രം ഇന്നലെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് പടക്കളം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വരുന്ന ആഴ്ച OTT റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. സന്താനം കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന സിനിമ. സന്താനത്തിനൊപ്പം തന്നെ ഗീതിക തിവാരി, കസ്തൂരി ശങ്കർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് S പ്രേമാനന്ദായിരുന്നു. എന്തൊക്കെയുള്ള ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ, നല്ലൊരു അഭിപ്രായം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നു. ഹൊറർ കോമഡി പശ്ചാത്തലത്തിൽ എത്തിയ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ C5 സ്വന്തമാക്കിയിട്ടുണ്ട്. C5 വരുന്ന ജൂൺ മാസം 13 ഈ ഒരു സിനിമയുടെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ മലയാളം, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വരുന്ന ജൂൺ മാസം 13 OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് നോക്കുകയാണെങ്കിൽ ഇരുവൻ എന്ന് പറയുന്ന തമിഴ് സിനിമയാണ്. നവീൻ ചന്ദ്ര, റേയ ഹരി, അഭിരാമി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമൊക്കെ ലോകേഷ് അജരീസ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു എരവൻ എന്ന് പറയുന്ന സിനിമ. ചിത്രം തമിഴിനും തെലുങ്കിലുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സിംപ്ലി സൗത്ത്, ആഹാ തമിഴ്, ടെൻറ്റുകോട്ട, ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോംസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 13 തമിഴ് ഭാഷയിൽ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളൊന്നായിരുന്നു മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമെത്തിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമ. മമ്മൂട്ടി ഗൗതം വാസുദേവൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായ ഡീനോ ഡെനീസ് അണിയിച്ചൊരുക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 30 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി നിരവധി ആൾക്കാരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ആ ചിത്രത്തിന് OTT റൈറ്റ്സ് എല്ലാം തന്നെ C5 സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട്. C5 വരുന്ന ജൂൺ മാസം 20 ഈ സിനിമയിൽ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ചിത്രങ്ങളൊന്നാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എടുത്തിയ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേർഡ്സ് എന്ന് പറയുന്ന സിനിമ. തമിഴിലെ ഹിറ്റ് ഡയറക്ടർ ഗൗതം വാസുദേവൻ മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേർഡ്സ് എന്ന് പറയുന്ന സിനിമ. മമ്മൂട്ടിക്കൊപ്പം തന്നെ ഗോകുൽ സുരേഷ് ഗോപിയും കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ഒരു ആവറേജ് വിജയം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ വരുന്ന ജൂൺ മാസം അവസാനത്തോടുകൂടി തന്നെ ഈ സിനിമയിൽ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ മറ്റൊരു ചിത്രമാണ് ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമെത്തിയ നരിവേട്ട എന്ന് പറയുന്ന സിനിമ. ടൊവിനോ തോമസിനോടൊപ്പം തന്നെ സുരാജ് വെഞ്ഞാർമൂട്, ചേരൻ, പ്രേമദ കൃഷ്ണൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം അനുരാജ് മനോഹരായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഹോട്ട്സ്റ്റാർ ഈ വരുന്ന ജൂൺ മാസം അവസാനം ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. നിൽക്കണം നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിലെ മറ്റൊരു ഹിറ്റ് ചിത്രം ഈ മാസം OTT റിലീസിലെത്താൻ പോകുന്നുണ്ട്. ജനപ്രിയ നായകൻ ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ. ദിലീപിനോടൊപ്പം തന്നെ സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസൻ, ബിന്ദു പണിക്കർ, ഉർവശി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം നവാഗതനായ ബിൻഡോ സ്റ്റീഫനായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന ജൂൺ മാസം 20 C5 വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മലയാളം ഭാഷ മാത്രമേ ചിത്രത്തിന്റെ OTT റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.